ഒരു വാർത്ത ബീഹാറിൽ നിന്നാണ്. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാറിന്റെ JDU പ്രവേശനമെന്നാണ്. പാർട്ടി അംഗത്വം എടുക്കുന്ന നിഷാന്ത് സംസ്ഥാന പര്യടനത്തിനും ഒരുങ്ങുകയാണ്. ഉപമുഖ്യമന്ത്രി പദത്തിന് ഒപ്പം നിയമസഭാ കക്ഷി നേതാവായും നിഷാന്തിനെ തെരഞ്ഞെടുക്കും. രാകേഷ് ചേരുന്നു. രാകേഷ്, നിഷാന്തിലൂടെ JDU തങ്ങളുടെ പ്രതാപത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. BJP മുഖ്യമന്ത്രി വരികയാണ് ബീഹാറിൽ. നിതീഷ് കുമാർ ദേശീയ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നു. വലിയ മാറ്റങ്ങൾക്ക് കാതോർക്കുകയാണ് ബീഹാർ. അതെ രഞ്ജിത്ത്, കാരണം നിതീഷ് കുമാറിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമി ആര് എന്ന ചോദ്യങ്ങൾക്ക് കൂടി ഇപ്പോൾ JDU ഉത്തരം നൽകുകയാണ്. കാരണം ഇത്രയും നാൾ മകൻ രാഷ്ട്രീയത്തിലിറങ്ങുന്നതിനോട് നിതീഷ് കുമാറിനോ രാഷ്ട്രീയത്തിലിറങ്ങാൻ നിഷാന്ത് കുമാറിനോ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിതീഷ് കുമാർ ബീഹാർ രാഷ്ട്രീയം വിട്ട് കേന്ദ്രത്തിലേക്ക്, ഡൽഹിയിലേക്ക് ചുവട് മാറ്റുകയാണ്. അതിന് തുടർച്ചയായി വേണം ഏതായാലും നിഷാന്ത് കുമാറിനെ പാർട്ടിയുടെ തലപ്പത്തേക്കും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന പദവിയിലേക്കും കൊണ്ടുവരുന്നെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ നേതാക്കൾക്കിടയിലുണ്ടെന്ന അതൃപ്തിയൊക്കെ തന്നെ നിതീഷ് കുമാർ തന്നെ പരിഹരിച്ചിരുന്നു. പാർട്ടി നേതാക്കൾ യോഗം ചേരുകയും നിഷാന്ത് കുമാറിന്റെ വരവ് വ്യക്തമാക്കിക്കൊണ്ടൊരു പ്രമേയം പാസ്സാക്കുകയൊക്കെ ചെയ്തു. മാത്രവുമല്ല, നിഷാന്ത് ആകട്ടെ പാർട്ടി കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്നാണ് പ്രവേശനമെങ്കിൽ പോലും ഇതിനോടകം തന്നെ ഇടപെടുകയും ചെയ്തു. കാരണം ഇന്നലെ 2 യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. ഒന്ന് ജില്ലാ അധ്യക്ഷന്മാരും സംസ്ഥാന നേതാക്കളും കേന്ദ്രമന്ത്രിയുമായ ലല്ലൻ സിംഗും ഒക്കെ പങ്കെടുത്ത ഒരു യോഗമായിരുന്നു. രണ്ടാമത്തെ യോഗം MLA-മാരുടെ യോഗമായിരുന്നു. അങ്ങനെ ഈ 2 യോഗങ്ങളിൽ നിഷാന്ത് കുമാർ പങ്കെടുത്തു കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് പാർട്ടി പ്രവേശനം. ഏതായാലും JDU നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തേത് നിയമസഭാ കക്ഷി നേതാവായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കും. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് തീരെ പരിചയമില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന പര്യടനം നടത്തുക എന്ന ലക്ഷ്യമാണ് നിഷാന്ത് കുമാറും ഒപ്പം തന്നെ നേതാക്കളും ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. ഏതായാലും നിഷാന്ത് കുമാറിന്റെ വരവ്, പാർട്ടി പ്രവേശം വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് നേതാക്കളും പ്രവർത്തകരും. പട്നയിലും പാർട്ടി ആസ്ഥാനത്തും ഒക്കെ തന്നെ വലിയ ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിതീഷിന്റെ പിൻഗാമി, വികസനത്തിന്റെ തുടർച്ച ഇനി നിഷാന്തിലൂടെ തുടങ്ങിയ വാക്യങ്ങളൊക്കെ കുറിച്ചുകൊണ്ടാണ് പോസ്റ്ററുകൾ ഏതായാലും പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ അത്തരം ഫ്ലക്സ് ബോർഡുകളാണ് പട്നയിലൂടെ ഉടനീളം ഉയർന്നിരിക്കുന്നത്. രഞ്ജിത്ത്, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.